പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 16 തിങ്കളാഴ്ച വെളുപ്പിന് ദുബായ് എയർപോർട്ടിൽ ഒരു അത്യാഹിതമുണ്ടായപ്പോൾ അതിനെ ദുബായിയുടെ സിവിൽ ഡിഫൻസും രാജ്യത്തിൻ്റെ സംവിധാനവും ഉദ്യോഗസ്ഥരും അതിനെ നേരിട്ടൊരു രീതിയുണ്ടല്ലോ. ലോകം പുതിയൊരു കീഴ്വഴക്കം കണ്ടു പഠിക്കുന്നത് പോലെയായിരുന്നു. ആദ്യം തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ച പ്രസ്ഥാനങ്ങളെയും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരമൊരു ഓയിൽ ടാങ്കിന് തീപിടിക്കുന്നൊരു സംഭവം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ആക്രമണത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രത്തിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ വെളുപ്പിന് ഈ സംഭവം ഉണ്ടായ സമയം മുതൽ UAEയുടെ എല്ലാ സംവിധാനങ്ങളും പ്രത്യേകം അലർട്ടാവുകയും മാതൃകാപരമായി ആ തീ അണയ്ക്കാൻ വേണ്ടി നടപടികളിലേക്ക് പോവുകയും ചെയ്തു. ആദ്യമേ ചെയ്തത് ആ തീ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് പോയത്. അതിനുശേഷം ചുറ്റുവട്ടം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഒടുവിൽ സന്ധ്യയാകുന്നതിന് മുമ്പ്, മഗ്‌രിബ് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സമ്പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ UAE മോഡൽ തീ അണയ്ക്കുന്ന കാര്യത്തിൽ വരികയാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദുബായ് ആവട്ടെ, അറ്റ്ലാന്റ ആവട്ടെ, ഹീത്രൂ വിമാനത്താവളമാവട്ടെ, ഇവയിലൊക്കെ 5-10 ദിവസത്തേക്കുള്ള ഏവിയേഷൻ സ്പിരിറ്റ് സംഭരിച്ചു വെക്കിയ സ്വാഭാവികമാണ്. മില്യൺ കണക്കിന് ലിറ്റർ ഉണ്ടാകും. അവിടെ ഒരു തീപ്പൊരി വീണാൽ മതി, ദിവസങ്ങളോളം കത്തിക്കൊണ്ട് നിൽക്കും. അതിനെയാണ് വളരെ ശാസ്ത്രീയമായി സമഗ്രമായി ദുബായിലെ ഉദ്യോഗസ്ഥർ, UAEയുടെ സംവിധാനം ഇന്ന് അതിനെ ഈ ഒരു രീതിയിൽ ഫലപ്രാപ്തിയിൽ കൊണ്ടുവന്നത് എന്ന കാര്യം നമ്മൾ എടുത്തു പറയണം. അത്തരത്തിലുള്ള ഇടപെടലുമായി ഒരുപക്ഷെ ജീവൻ പണയം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഒരാൾക്കും ഒരു പരിക്കും കേടുപാടുകളും ഒന്നുമില്ലാതെ ചുറ്റുവട്ടത്തെ സംരക്ഷിക്കുകയും ദുബായ് എയർപോർട്ടിൻ്റെ ഓപ്പറേഷൻ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പഴയ പോലെ ആക്കുകയും പരിമിതമായ രൂപത്തിൽ ആദ്യം തന്നെ വിമാന സർവീസുകൾ നടത്തുകയും താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്ക് അടച്ചിട്ടുകൊണ്ട് സംരക്ഷണം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്ത സർവ്വവിധ ഉദ്യോഗസ്ഥർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ അഭിനന്ദനങ്ങൾ നേരുന്നു. മിസൈലിൻ്റെ ഭാഗം വീണ അബുദാബിയിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെട്ട വാർത്തയും ഇന്ന് വരുമ്പോൾ മൊത്തം മരണം 7ആയി. ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെയുള്ള ആക്രമണങ്ങളിൽ പരിക്ക് പറ്റിയവരുടെ എണ്ണം 145 ആയിട്ടുണ്ട്. ഇന്ന് വന്ന 21 ഡ്രോണുകളെയും 6 ബാലിസ്റ്റിക് മിസൈലുകളെയും UAEയുടെ പ്രതിരോധ സംവിധാനം നിഷ്ക്രിയമാക്കിയെന്ന റിപ്പോർട്ടും ഔപചാരികമായി UAEയിൽ നിന്ന് പുറത്തു വരികയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും UAEയുടെ മീഡിയ സംവിധാനവും ഒഫീഷ്യലായിട്ടുള്ള മാധ്യമ സംവിധാനങ്ങളെല്ലാം, അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഓഥൻറ്റിക്കായിട്ട് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കുറേ ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരും ഒക്കെ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതും കണ്ണിൽ കാണുന്നതും ആയ കാര്യങ്ങളെ മിസ്ലീഡിംഗ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുരുക്കിൽ ചെന്ന് ചാടുകയാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തുക, എന്നിട്ട് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുണ്ടാക്കുന്ന AI ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക, പിന്നീട് ആക്രമണത്തിന് വേണ്ടി വരുന്ന ആളുകളെ മഹത്വവൽക്കരിക്കുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ നോക്കുകയും അവർക്ക് മേൽ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന കാര്യം UAEയുടെ വിവിധ മീഡിയ ഓഫീസുകളെ മുൻനിർത്തിക്കൊണ്ടും നാഷണൽ മീഡിയ അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ പരിപാലിച്ചുകൊണ്ടും ഞങ്ങളും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആക്രമണത്തിൻ്റെ 17 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്നിതാ യുദ്ധത്തെക്കുറിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ട്രംപ് ലോകത്തോട് ചെയ്തിരിക്കുന്ന ചില പ്രസംഗ ഭാഗങ്ങളാണ് വലിയ സംസാര വിഷയമായി വന്നിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില നമ്പറുകളൊന്ന് മനസ്സിലാക്കണം. 7000-ലധികം ടാർഗറ്റുകളിൽ ഇറാനിൽ ഇതിനകം ആക്രമണം നടന്നു. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ 90% കണ്ട് കുറയ്ക്കാൻ ഈ ആക്രമണങ്ങൾക്ക് പറ്റി. ഇറാൻ്റെ ഡ്രോൺ നിർമ്മാണ സംവിധാനങ്ങളും മറ്റും 95% കണ്ട് കുറയ്ക്കാൻ പറ്റി. ഇറാനുമായി ബന്ധപ്പെട്ട 100-ലധികം നാവിക വ്യൂഹങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഒന്നുകിൽ മുക്കിത്താഴ്ക്കുകയോ അതല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്തു എന്നാണ് ട്രംപ് ഇന്ന് വാർത്താലേഖകരെ അറിയിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഇറാനുമേൽ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇനി മിസൈൽ ഡ്രോൺ നിർമ്മാണശാലകളൊന്നും ഇറാനിലുണ്ടാകില്ലെന്നും ട്രംപ് വാർത്താലേഖകരെ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ ഏറ്റവും വലിയ റിപ്പോർട്ടായി ഇപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ മീഡിയയും പറയുന്നൊരു കാര്യം ഇതാണ്, പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ട വിഷയമാണ്. കൂടെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾക്ക് മേൽ അവരുടെ പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും എതിരെ ട്രംപ് സംസാരിച്ച ചില കാര്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ആദ്യം തന്നെ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് UK എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ, ഏറ്റവും പഴയ സഖ്യകക്ഷിയാണ്. അപ്പോൾ ആ ബന്ധം വെച്ചുകൊണ്ട് കപ്പൽ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ
ടീമുമായി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോയ UK പ്രധാനമന്ത്രിയുടെ നടപടിയെ അദ്ദേഹം വിമർശിച്ചു. ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ ടീം അംഗങ്ങളോട് ആലോചിക്കേണ്ട വിഷയമല്ലെന്നും ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്താൽ മതിയായിരുന്നു എന്നുമുള്ള കാര്യം ട്രംപ് വാർത്താലേഖകരോട് പറയുകയാണ്. അതുപോലെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മാക്രോൺ ഈ വിഷയത്തിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ചതുപോലെ പെരുമാറിയത് നോട്ട് പെർഫെക്റ്റ് എന്ന വാക്കുകൊണ്ടാണ് ട്രംപ് നേരിട്ടിരിക്കുന്നത്. മാക്രോൺ ചെയ്ത രീതി ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ജർമ്മൻ ചാൻസലറുടെ വക്താവ് കൂടി പറയുന്നു, ഇത് നാറ്റോ യുദ്ധമൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല, ഇത് അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ പങ്കെടുക്കുന്നൊരു യുദ്ധമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കപ്പലയക്കുന്ന കാര്യമൊന്നും ആലോചിക്കാൻ പറ്റില്ല എന്ന സ്വരത്തിൽ ജർമ്മനിയും പറഞ്ഞപ്പോൾ അതിനെയും ശക്തമായി വിമർശിച്ചിരിക്കുന്നു ട്രംപ് എന്നാണ് മാധ്യമങ്ങൾ വിശകലന റിപ്പോർട്ടുകളിൽ പറയുന്നത്. നാറ്റോയ്ക്ക് വേണ്ടി എന്തെല്ലാം കാശ് അമേരിക്ക ചെലവാക്കിയതാണ് എന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. ഉക്രൈൻ രക്ഷിക്കാൻ വേണ്ടി റഷ്യക്കെതിരെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തതാണ്, അതൊന്നും ആർക്കും ഓർമ്മയില്ല. ഒരു അത്യാവശ്യം വന്നപ്പോൾ സഹകരിക്കുന്നില്ല എന്ന പരിഭവം മറച്ചു വയ്ക്കാതെ പ്രതിഫലിപ്പിച്ചു ട്രംപ് എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഉറപ്പ് കൂടി ട്രംപ് പറയുന്നു, ഇസ്രായേൽ ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കില്ല, നിങ്ങൾക്ക് സമാധാനിക്കാം, ഇറാനുമേൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവില്ല, ലെബനോനുമേൽ അങ്ങനെ ഒരു ആണവായുധ ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞതായി ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ ഇനി 3 ആഴ്ചയെങ്കിലും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രായേലി വൃത്തങ്ങൾ സൂചിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്, ജെറുസലേമിനെ ചുറ്റിപ്പറ്റിയുള്ള ഹോളി സൈറ്റുകളിലൊക്കെയും ഈ മിസൈലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ചിതറിക്കിടക്കുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും, യുദ്ധം കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് പിറക്കിയെടുക്കുന്ന കൂട്ടത്തിൽ സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, ഹോസ്പിറ്റലുകളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്ന്, അതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഈ ക്ലസ്റ്റർ ബോംബുകൾ, പൊട്ടാതെ കിടക്കുന്ന പല ചിതറിത്തെറിച്ച ബോംബുകളുടെയും അംശങ്ങൾ കിട്ടിയിരിക്കും എന്ന രൂപത്തിലാണ് നേരത്തെയുള്ള അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ ഇസ്രായേൽ ഈ യുദ്ധത്തിലൂടെ വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഇറാൻ്റെയും ഫ്രാൻസിൻ്റെയും പ്രസിഡന്റുമാർ തമ്മിൽ സംസാരിച്ചെന്നും യുദ്ധം തുടങ്ങിവെച്ചത് ഇറാൻ അല്ലാത്ത സാഹചര്യത്തിൽ ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് കിട്ടുന്നതുവരെ സമാധാന സംഭാഷണങ്ങൾക്ക് ഇറാൻ പോകില്ല എന്ന കാര്യം ഫ്രഞ്ച് പ്രസിഡന്റിനെ അറിയിച്ചതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. നമ്മൾ കാണാതെ പോകുന്ന ചില വാർത്തകൾക്ക് ചില മാധ്യമങ്ങൾ നൽകുന്ന പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ലെബനോൻ്റെ ഭാഗത്തു നിന്ന് ദശലക്ഷക്കണക്കിനെന്ന് പറയാവുന്ന വിധത്തിൽ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. റോക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. അതിനിടയിൽപ്പെട്ട് സാധാരണക്കാരുടെ ജീവിതം വളരെയധികം വഷളാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, കറണ്ടില്ലാത്ത, കുടിവെള്ളം കിട്ടാത്ത, ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായി വരുന്നു എന്ന രൂപത്തിലുള്ള അറിയിപ്പുകളും വരികയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളും പറഞ്ഞല്ലോ, എല്ലാ മാധ്യമങ്ങളും സൂചിപ്പിച്ചല്ലോ, യുദ്ധത്തിൻ്റെ ഫോക്കസ് മനുഷ്യൻ്റെ ജീവൻ, സ്വത്ത്, അതിൽ നിന്നൊക്കെ മാറിയിട്ട് എണ്ണവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മൊത്തത്തിൽ തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുപോയില്ലെങ്കിൽ ലോകത്തിൻ്റെ 30% എണ്ണ പോകുന്ന ഈ വഴിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് ലോകം മുഴുവനും വലിയ പ്രശ്നമായി മാറുമെന്നും ഓരോ അടുക്കളയിലും പ്രതിഫലിക്കുമെന്നും ഉള്ളൊരു തത്വ സംഹിത വെച്ചുകൊണ്ട് തന്നെ ആ ഒരു സാമ്പത്തിക ശാസ്ത്രം ഇപ്പോൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. എല്ലാ രാജ്യങ്ങളും യുദ്ധാനന്തരം കൂടുതൽ സങ്കീർണമാകുന്ന വിലക്കയറ്റത്തിലേക്കും ഇൻഫ്ലേഷൻ പ്രക്രിയയിലേക്കും പോകും, നാണയപ്പെരുപ്പത്തിൻ്റെ പ്രശ്നത്തിലേക്കൊക്കെ മാറും എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിച്ചിരിക്കുമ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തു കൂടി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതറിയാൻ ഓരോ നിമിഷവും ആൾക്ക് കൗതുകമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ കപ്പലുകളെ കടത്തിവിട്ടു 2 എണ്ണം. ഇന്നിപ്പോൾ മുന്ദ്ര പോർട്ടിൽ ഗുജറാത്തിൽ ഈ ശിവാലിക് എന്ന് പറയുന്ന കപ്പൽ 92,000 ടൺ LPGയുമായി എത്തി എന്നുള്ള വാർത്തയാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടുന്ന സമീപനം ഇറാൻ സ്വീകരിച്ചിരിക്കുന്നു. എത്രയോ കപ്പലുകൾ ഇനിയും കടത്തിവിടുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ് എന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കപ്പലുകൾ മാത്രമല്ല, ചൈനയുടെയും അതുപോലെ ഇറാനിയൻ കപ്പലുകളും പല വഴിയിലേക്ക് പോകുന്നതിനെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഔപചാരികമായി തന്നെ കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. യുദ്ധത്തിൻ്റെ സമയത്ത്, വറുതിയുടെ സമയത്ത്, മഹാരോഗങ്ങളുടെ പിടിയിലാകുന്ന സമയത്ത് സ്വാഭാവികമായും പല കേന്ദ്രങ്ങളിൽ നിന്നും പല തരത്തിലുമുള്ള വാർത്തകളും ഊഹാപോഹങ്ങളും ഒക്കെ പ്രചരിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മളാരും അതിന് ചൂട്ടുപിടിക്കാതെ
എന്താണ് ഔദ്യോഗികമായി നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന കൃത്യമായ അറിയിപ്പുകൾ, അത് വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാനുള്ള രൂപത്തിലേക്ക് പോകണം. ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുത്, അത് പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. യുഎയിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും തന്നെ പറയുന്നത് ഈ ഗർഭിണികളൊക്കെ പ്രത്യേകിച്ച് ഈ യുദ്ധത്തിൻ്റെ വാർത്തകളിലേക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് ആധി പിടിക്കരുത് എന്നാണ്. അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന കാര്യമായിട്ട് പരിണമിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയുക, അപ്ഡേറ്റഡ് ആവുക എന്നതിനപ്പുറം അതിലേക്ക് കൂടുതൽ എടുത്തു ചാടി വ്യാകുലപ്പെടാതിരിക്കുക. കാരണം ഒരു ഗവൺമെൻറ് സംവിധാനം വളരെ കൃത്യമായി എല്ലാ ദിവസവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പറയാൻ വേണ്ടിയുള്ള ഔദ്യോഗിക സംവിധാനമുള്ളപ്പോൾ നമ്മളതൊക്കെ വിശ്വസിക്കുകയും അത് കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് മാറണമെന്നും ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങളെ പ്രചരിപ്പിക്കാതെ മാറി നിൽക്കണമെന്നും ഗവൺമെൻറ് സംവിധാനങ്ങൾ പറയുന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.